ഇന്ന് ഞാനൊരു പുരാണ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് യമധർമ്മ രാജാവിന് വിശ്വാമിത്ര മഹർഷിയെ ഒന്ന് പരീക്ഷിക്കണം എന്ന് തോന്നി. അതിനു വേണ്ടിയിട്ട് യമധർമ്മ രാജാവ് വസിഷ്ഠ മഹർഷിയുടെ രൂപം കൈക്കൊണ്ടിട്ട് വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ ചെന്നു. വസിഷ്ഠനെ കണ്ട വിശ്വാമിത്രൻ ഓടിയെത്തി. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ഗുരു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, കുറച്ച് ഭക്ഷണം തരണം. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിച്ച സമയത്താണ് താങ്കൾ വന്നത്. അതുകൊണ്ട് കുറച്ച് നേരം വിശ്രമിക്കും, അപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. വസിഷ്ഠൻ്റെ രൂപം ധരിച്ച യമധർമ്മ രാജാവ് പറഞ്ഞു, ശരി, ഞാൻ കാത്തിരിക്കാം, അങ്ങ് ഭക്ഷണം ഉണ്ടാക്കിക്കൊള്ളൂ. അങ്ങനെ വിശ്വാമിത്രനും അദ്ദേഹത്തിൻ്റെ ആശ്രമവാസികളും കൂടി ചേർന്ന് വസിഷ്ഠ മുനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങി. കുറേ നേരം എടുത്തു ഭക്ഷണം ഉണ്ടാക്കാൻ. ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ട് വിശ്വാമിത്ര മഹർഷി വസിഷ്ഠ മഹർഷിയെ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ധർമ്മദേവൻ പറഞ്ഞു, ശരി, ഞാനിപ്പോൾ വന്ന് കഴിച്ചു കൊള്ളാം, ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ഇതും പറഞ്ഞിട്ട് അദ്ദേഹം കുളിക്കാനെന്ന് പറഞ്ഞ് അങ്ങ് പോയി. വലിയൊരു പാത്രത്തിൽ ആവി പറക്കുന്ന ചോറും അതിന് വശങ്ങളിൽ നിരത്തി വെച്ച കറികളും ഒക്കെ ആയിട്ട് ഒരു പാത്രവും കയ്യിൽ പിടിച്ച് വിശ്വാമിത്ര മഹർഷി തൻ്റെ അതിഥിയെ കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നില്ല. 100 വർഷങ്ങൾ അങ്ങനെ ഒരേ നിൽപ്പിൽ നിന്നു വിശ്വാമിത്ര മഹർഷി. എന്നിട്ടും വസിഷ്ഠൻ തിരിച്ചു വന്നില്ല. ഈ ഘട്ടത്തിലെല്ലാം വിശ്വാമിത്രൻ എന്ന തൻ്റെ ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാവൽ നിന്നത് ഗാലവൻ എന്നു പേരുള്ള ഒരു ശിഷ്യനായിരുന്നു. അങ്ങനെ 100 വർഷം കഴിഞ്ഞപ്പോൾ യമധർമ്മ രാജാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം വിശ്വാമിത്രൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുകയും അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. തന്നെ യമധർമ്മ രാജാവ് പരീക്ഷിച്ചതിൽ വിജയിച്ചെങ്കിലും വിശ്വാമിത്രന് അതിലേറെ സന്തോഷം തോന്നിയത് തൻ്റെ ശിഷ്യനായ ഗാലവൻ്റെ സ്നേഹത്തിലാണ്. താൻ ഇത്ര കാലം കാത്തു നിന്നപ്പോൾ തന്നെ ശുശ്രൂഷിച്ച് തൻ്റെ അടുത്തു നിന്ന് മാറാതെ ഗാലവൻ നിന്നല്ലോ എന്ന ഓർമ്മ പോലും അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാലം കടന്നുപോയി. ഗാലവൻ എന്ന ശിഷ്യൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗാലവൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, അങ്ങ് ഇത്രയും കാലം എന്നെ സ്വന്തം മകനെ പോലെ നോക്കി, അങ്ങ് എന്നോട് പ്രത്യേക സ്നേഹം കാണിച്ചു, എന്നെ വളർത്തി വലുതാക്കിയത് അങ്ങാണ്. അങ്ങയ്ക്ക് ഉചിതമായ ഒരു ഗുരുദക്ഷിണ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ദക്ഷിണയാണ് അങ്ങയ്ക്ക് വേണ്ടത്? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, പ്രിയ ശിഷ്യ, നീ എന്നോട് എത്രമാത്രം സ്നേഹമാണ് കാണിച്ചിട്ടുള്ളത്. വസിഷ്ഠ മഹർഷിയുടെ വേഷം ധരിച്ച ധർമ്മരാജാവ് എന്നെ ഇവിടെ കാത്തു നിർത്തിയില്ലേ 100 വർഷം. ആ 100 വർഷവും നീ എൻ്റെ അടുത്ത് നിന്ന് മാറാതെ എന്നെ ശുശ്രൂഷിച്ചവനല്ലേ. അത് മാത്രം മതി നിനക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ. അതല്ലാതെ മറ്റൊരു പ്രതിഫലവും എനിക്ക് വേണ്ട. പക്ഷേ ഗാലവൻ പിന്നെയും വിശ്വാമിത്രനെ അലട്ടിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ തീരൂ. ഗുരുദക്ഷിണ കൊടുക്കാതെ അദ്ദേഹത്തിന് ആശ്രമം വിട്ടു പോകാൻ മനസ്സില്ല. അവസാനം ഇത് വിശ്വാമിത്രന് വലിയ ശല്യമായി തീർന്നു. ഗാലവൻ എപ്പോഴും എന്താണ് ഗുരുദക്ഷിണ വേണ്ടത് എന്ന് ചോദിച്ച് പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയാണ്. അവസാനം ദേഷ്യപ്പെട്ട അദ്ദേഹം പറഞ്ഞു, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് 800 കുതിരകളെ ഗുരുദക്ഷിണയായിട്ട് തരണം. ഈ 800 കുതിരകളുടെയും ഓരോ കാത് കറുത്തതും ശരീരത്തിൽ നറുനിലാവിന് നിറവുമായിരിക്കണം. ഇത് കേട്ട് ഗാലവനാകെ വിഷമിച്ചു പോയി. എവിടുന്ന് കിട്ടും ഇങ്ങനെയുള്ള 800 കുതിരകളെ? അദ്ദേഹം വിഷണ്ണനായിട്ട് തൻ്റെ സുഹൃത്തായ ഗരുഡൻ്റെ അടുത്തെത്തി. ഗാലവനും ഗരുഡനും വലിയ കൂട്ടുകാരായിരുന്നു. ഗാലവൻ വരുന്നത് കണ്ട് ഗരുഡൻ ഓടിച്ചെന്നു. അപ്പോൾ ഗാലവൻ്റെ മുഖമാകെ വിഷമിച്ചിരിക്കുന്നു. ഗരുഡൻ ചോദിച്ചു, എന്ത് പറ്റി ചങ്ങാതി, എന്താ വിഷമിച്ചിരിക്കുന്നത്? ഗാലവൻ പറഞ്ഞു, എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് നേരിട്ടു. എൻ്റെ ഗുരുവിന് എനിക്ക് 800 കുതിരകളെ ഗുരുദക്ഷിണയായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒരു ചെവി കറുത്തതും പൂർണ്ണചന്ദ്രൻ്റെ നിറമുള്ളതുമായ കുതിരകളെ എവിടുന്ന് കിട്ടും? അങ്ങനെ പ്രത്യേകതയുള്ള കുതിരകളെ വാങ്ങാൻ ഒരുപാട് പണം വേണ്ടേ? എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, പണമില്ലെങ്കിൽ എന്താ, നമുക്ക് മറ്റുള്ളവരോട് ദാനമായിട്ട് നൽകുമോ എന്ന് ചോദിക്കാം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാൻ നിന്നെയും കൂട്ടി അവിടെ എല്ലാം പോകാം. അപ്പോൾ ഗാലവൻ പറഞ്ഞു, നിന്നെപ്പോലെയുള്ള ഒരു സുഹൃത്തിൻ്റെ സഹായമില്ലാതെ എനിക്കൊന്നും പറ്റില്ല. നീ എന്നെ സഹായിക്കാമെന്ന് ഏറ്റല്ലോ, എനിക്ക് സന്തോഷമായി.
ഗരുഡൻ പറഞ്ഞു, പിന്നെന്താ, ഞാൻ അങ്ങയെ സഹായിക്കാം. നാളെ രാവിലെ നമുക്ക് കുതിരകളെ അന്വേഷിച്ച് പുറപ്പെടാം. പിറ്റേന്ന് പ്രഭാതത്തിൽ ഗരുഡൻ ഗാലവനെയും കൊണ്ട് കിഴക്കോട്ട് പറന്നു. കാടും മലകളും പുഴകളും ഒക്കെ കടന്ന് അവരാകാശത്തിലൂടെ കുറേ ദൂരം പോയി. അങ്ങനെ പോയി കുറേ ദൂരം ചെന്നപ്പോൾ ഗരുഡന് വല്ലാത്ത വിശപ്പും ദാഹവും തോന്നി. ഗരുഡൻ ഗാലവനോട് പറഞ്ഞു, ചങ്ങാതി, എനിക്ക് വല്ലാതെ വിശക്കുന്നല്ലോ, ഇങ്ങനെ വിശന്ന് എനിക്ക് പറക്കാൻ വയ്യ. അപ്പോൾ ഗാലവൻ ഒരു മല കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദാ കാണുന്ന മല കണ്ടോ, അങ്ങോട്ട് ഇറങ്ങിക്കോളൂ. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു സന്യാസിനി താമസിക്കുന്നുണ്ട്. വളരെ ദിവ്യയായ പുണ്യവതിയായ ഒരു സന്യാസിനിയാണ്. നമുക്ക് അവിടെ പോയി ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ഗരുഡൻ താണ് പറന്ന് ആ പർവ്വതത്തിൽ ഇറങ്ങി. എന്നിട്ട് ഗാലവൻ ഗരുഡനെയും കൊണ്ട് ഒരു കുടിലിലേക്ക് ചെന്നു, ഒരു ആശ്രമത്തിലേക്ക് ചെന്നു. ശാണ്ഡിലി അമ്മ എന്ന ഒരു സന്യാസിനിയുടെ ആശ്രമമായിരുന്നു അത്. അവരെ കണ്ടപ്പോൾ ശാണ്ഡിലി അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ശാണ്ഡിലി അമ്മയ്ക്ക് നേരത്തെ ഗാലവനെ അറിയാം, ഗരുഡനെ പറ്റി കേട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ സുഹൃത്തുക്കളെ ഈ സന്യാസിനി വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്ത് വേണം, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ഗാലവൻ പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു, ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. ശാണ്ഡിലി അമ്മ പറഞ്ഞു, തൽക്കാലം ഇവിടെ ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം, നിങ്ങൾ കുറച്ച് നേരം കാത്തിരിക്കൂ. ഗരുഡനും ഗാലവനും ആശ്രമത്തിനകത്ത് കാത്തിരുന്നു. ശാണ്ഡിലി അമ്മ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് വളരെ സ്നേഹത്തോടെ വിളമ്പിക്കൊടുത്തു. ഗാലവൻ വളരെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. എന്നാൽ ഗരുഡനാണെങ്കിൽ ഭക്ഷണമെല്ലാം നന്നായിട്ട് കഴിച്ചു. കിട്ടിയതെല്ലാം ഗരുഡനാണ് കൂടുതൽ കഴിച്ചത്. കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ ശാണ്ഡിലി അമ്മയ്ക്ക് പാചകമൊന്നും വലിയ വശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയ ഭക്ഷണത്തിന് വലിയ രുചിയും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഗരുഡൻ വളരെ നീരസത്തോടെ പറഞ്ഞു, ഹേ, എന്തിനു കൊള്ളാം ഈ ഭക്ഷണം, ഒരു മണവുമില്ല, ഗുണവുമില്ല, രുചിയുമില്ല. ഇതിലും ഭേദം ഇത് കഴിക്കാതിരിക്കുന്നതായിരുന്നു. പിന്നെ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ഞാൻ അങ്ങ് കഴിച്ചു പോയെന്നേ ഉള്ളൂ. ശാണ്ഡിലി അമ്മയ്ക്ക് വലിയ വിഷമമായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗരുഡനും ഗാലവനും കൂടെ പറഞ്ഞു, എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചു, ഇനി കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോകാം. അവർ ആശ്രമത്തിൻ്റെ ഒരു മൂലയിൽ പോയി ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് തന്നെ അവർ ഉറങ്ങുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞാണ് ഉറക്കമുണർന്നത്. ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ഗരുഡൻ്റെ ശരീരത്തിൽ ഒറ്റ തൂവൽ പോലും ഇല്ല. ഗരുഡൻ ആകെ വിഷമിച്ചു പോയി. എങ്ങനെ പറക്കും? എത്ര വൃത്തികെട്ട രൂപമായി പോയി തൻ്റേത്. ആര് കണ്ടാലും അത്ഭുതപ്പെട്ടു പോകുന്ന സൗന്ദര്യമുള്ള ഗരുഡൻ ദാ ചിറക് കൊഴിഞ്ഞ് ആകെ വിരൂപനായി മാറിയിരിക്കുന്നു. ഗാലവന് അപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. ഗാലവൻ പറഞ്ഞു, ഗരുഡ, നീ ശാണ്ഡിലി അമ്മയുടെ ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞില്ലേ, ദൈവം നിന്നെ ശിക്ഷിച്ചതാണ്. നീ ശാണ്ഡിലി അമ്മയോട് മാപ്പ് പറയൂ, അപ്പോൾ നിനക്ക് പഴയതുപോലെ ചിറകുകൾ മുളച്ചു വരും. ഗരുഡൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഗാലവ, എൻ്റെ ധിക്കാരത്തിനുള്ള ശിക്ഷ തന്നെയാണിത്. ഞാനിപ്പോൾ തന്നെ ആ അമ്മയോട് മാപ്പ് പറയാം. ഗരുഡനിപ്പോൾ പറക്കാൻ വയ്യല്ലോ. ഒരു വിധത്തിൽ തപ്പി തടഞ്ഞ് നടന്നെന്ന് ഗരുഡൻ ശാണ്ഡിലി അമ്മയുടെ കാൽക്കൽ വീണു. അമ്മേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ അങ്ങയുടെ ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞു, എൻ്റെ വിവരക്കേടുകൊണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ ശാണ്ഡിലി അമ്മ പറഞ്ഞു, ഞാൻ നിൻ്റെ ചിറകുകൾ മനഃപൂർവ്വം കളഞ്ഞതല്ല കുഞ്ഞെ, അത് ദൈവഹിതമാണ്, നിൻ്റെ കർമ്മഫലമാണ്. നീ മനസ്സറിഞ്ഞ് മാപ്പ് പറഞ്ഞല്ലോ, ഇപ്പോൾ നിനക്ക് ചിറക് തന്നെ കിളിച്ചു വന്നോളൂ. ഒരു കാര്യം നീ ഓർക്കണം, നിനക്ക് ഭക്ഷണം തന്ന കൈകൾ ഒരിക്കലും നീ തിരിഞ്ഞു കൊത്തരുത്, അത് മഹാപാപമാണ്. ഗരുഡൻ സമ്മതിച്ചു. ഗരുഡന് പശ്ചാത്താപമുണ്ടായതോടെ ചിറകുകൾ വീണ്ടും മുളച്ചു വന്നു. തൂവലുകൾ പഴയതുപോലെ ആയി. എന്നിട്ട് ഗാലവനെയും പുറത്തിരുത്തി ഗരുഡൻ വീണ്ടും കിഴക്ക് ദിക്കിലേക്ക് പറന്നു. പറന്ന് അവർ യയാതി രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. യയാതി രാജാവ് വളരെ പ്രഗത്ഭനായ ധനവാനായ ഒരു രാജാവായിരുന്നു. മനോഹരമായൊരു തോട്ടത്തിന് നടുക്കുള്ള ഒരു കൊട്ടാരത്തിലായിരുന്നു യയാതിയുടെ താമസം. ഗരുഡനെ യയാതിക്ക് നേരത്തെ അറിയാം. ഗരുഡൻ്റെ കൂടെ ചെന്ന ഗാലവനെ യയാതിക്ക് പരിചയമുണ്ടായിരുന്നില്ല. ഗരുഡൻ ഗാലവനെ പരിചയപ്പെടുത്തി കൊടുത്തു. വിശ്വാമിത്ര മഹർഷിയുടെ പ്രിയ ശിഷ്യനായ ഗാലവനാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. വിശ്വാമിത്ര മഹർഷിക്ക് ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടി 800 കുതിരകളെ അന്വേഷിച്ച് വന്നതാണ്. ഈ 800 കുതിരകളുടെയും ഒരു ചെവി കറുത്തതും ശരീരത്തിന് പൂർണ്ണ ചന്ദ്രന നിറമുള്ളതുമായിരിക്കണം. ഇത്ര വലിയ കാര്യം ചെയ്തു തരാൻ കഴിവുള്ള രാജാക്കന്മാർ ഭൂമിയിൽ കുറവാണ്. യയാതിക്കത് പറ്റും എന്നറിയാവുന്നതുകൊണ്ടാണ് ഗാലവനെയും കൊണ്ട് യയാതിയുടെ അടുത്തേക്ക് വന്നത്. ഉപേക്ഷ വിചാരിക്കരുത്. യയാതി പറഞ്ഞു, എനിക്ക് ഒരു ഉപേക്ഷയുമില്ല ഗരുഡ, പക്ഷേ എൻ്റെ കയ്യിൽ അത്തരം കുതിരകളില്ല.
അത്തരം കുതിരകളെ പെട്ടെന്ന് സമ്പാദിക്കാനുള്ള വഴിയും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യാം. എനിക്കൊരു മകളുണ്ട്, മാധവി. അവളെ ഞാൻ ഗാലവന് ദാനം ചെയ്യാം. അവൾ വളരെ ബുദ്ധിമതിയാണ്. അവൾക്ക് ആ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനും സ്വായത്തമാക്കാനും പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ മാധവി എന്ന തൻ്റെ മകളെ യയാതി എന്ന മഹാരാജാവ് ഗാലവന് ദാനം ചെയ്തു. മാധവിയെ ഗാലവന് കൂട്ടുകിട്ടിയതോടെ ഗരുഡൻ അവിടെ നിന്ന് പറന്നങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് കുതിരകളെ അന്വേഷിച്ചുള്ള യാത്ര ഗാലവനും മാധവിയും കൂടിയായി. മാധവി പറഞ്ഞു, ഒരേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ 800 കുതിരകളെ ചോദിച്ചാൽ ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ഓരോ രാജ്യത്തു നിന്ന് ചോദിക്കാം. അവർ പിന്നീട് അയോധ്യ രാജാവായ ഹരീശ്വരൻ്റെ അടുത്തും കാശി രാജാവായ ദിവോദാസൻ്റെ അടുത്തും ഭോജ രാജാവായ ഉശീനരൻ്റെ അടുത്തും പോയി. മാധവിയും ഗാലവനും കൂടി ചെന്ന് ചോദിച്ചപ്പോൾ അവരോരോരുത്തരും 200 കുതിരകളെ വീതം അവർക്ക് കൊടുത്തു. അങ്ങനെ 600 കുതിരകളായി. ഗാലവൻ തനിക്ക് കിട്ടിയ 600 ലക്ഷണമൊത്ത കുതിരകളെയും മാധവിയെയും കൊണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഗുരുദേവ, ഗുരുദക്ഷിണ സമർപ്പിക്കാൻ അങ്ങ് നിർദ്ദേശിച്ച പ്രകാരം ഓരോ കാത് കറുത്തതും പൂർണ്ണചന്ദ്രൻ്റെ നിറമുള്ളതുമായ കുതിരകളെ ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇവ 600 എണ്ണമുണ്ട്. ബാക്കി 200 കുതിരകൾക്ക് പകരമായിട്ട് ഞാൻ യയാതി രാജാവിൻ്റെ മകൾ മാധവിയെ അങ്ങേക്ക് സമ്മാനിക്കുന്നു. വിശ്വാമിത്രൻ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കൂടി തൻ്റെ പ്രിയ ശിഷ്യൻ്റെ ഗുരുദക്ഷിണ സ്വീകരിച്ചു. ഗുരുദക്ഷിണ ചടങ്ങ് അങ്ങനെ പൂർത്തിയായി. ഗാലവൻ തൻ്റെ സുഹൃത്തായ ഗരുഡനോട് ചെന്ന് നന്ദി പറയുകയും തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇഷ്ടമായോ ഗാലവൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.